ജയചന്ദ്രന്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടില്ലേ, അപ്പൊ നമ്മുടെ വണ്ടിയുടെ മറ്റേ റീസ്റ്റോറേഷന്റെ സെക്കൻഡ് പാർട്ടാണ്. റീസ്റ്റോറേഷൻ അല്ല, റീപെയിന്റിങ്ങിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് വണ്ടി ഫുള്ള് ടാപ്പ് ഇട്ടിച്ച്, കാരണം നമുക്ക് എല്ലാവർക്കും മെയിൻ അടിക്കണ്ട, വൈറ്റ് മാത്രം മെയിൻ അടിച്ചാൽ മതി. അപ്പൊ ആ ബ്ലാക്ക് സൈഡ് മൊത്തം ടാപ്പ് അടിച്ചിട്ട് വൈറ്റ് ഫുള്ള് നമുക്ക് ഉരച്ച് കളയാം. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ കഴിച്ച് നമ്മുടെ സിയാമിൻ്റെ മറ്റേ രജിസ്ട്രേഷൻ വർക്കിൻ്റെ രണ്ടാമത്തേതാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ലൈറ്റ് വയ്ക്കാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിൽ, ഇവിടെ സൈഡ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ചേസറാണ് ഈ കാണുന്നത്. ഇതാണ് ചേസർ. ഇതിൽ ഏകദേശം ഒരു 10-30 ഡിസൈനുണ്ട്. അപ്പോൾ പിന്നെ വരുന്നത് കണ്ടില്ല, ഇതൊക്കെ നമ്മുടെ പിക്സലിൻ്റെ ഈ പവറിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ സബ് വലുതായിട്ട് കയറ്റിച്ചത് വേറെ യൂസ് ഒന്നുമില്ല കേട്ടോ, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിനപ്പോൾ നമ്മളെ സ്പീക്കറൊക്കെ അടിയിലാണ് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ കുറച്ചുകൂടി വർക്കുണ്ട്. നമുക്ക് ഇനി ഇവിടുത്തെ ഈ സാധനം സെറ്റ് ചെയ്യണം. പിന്നെ ബാറ്ററി ഈ സാധനം എന്താ പറയുക, മുടി നമ്മുടെ ഡോറ് സെറ്റ് ചെയ്യണം, ബാറ്ററി സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ചെറിയൊരു ഇവിടെ ചിന്നലുണ്ട്, ഇതൊക്കെ പൊട്ടിട്ട് നേരെയാക്കണം. പെയിൻറ്റ് ഫുള്ള് നമ്മൾ മാറ്റാൻ പോവുക. ഗ്ലാസ്സൊന്നും പറ്റില്ല കേട്ടോ, ഗ്ലാസ്സൊക്കെ തന്നെ. പിന്നെ കൊമ്പ്, നമ്മുടെ കൊമ്പ് ഒടിഞ്ഞ് പുതിയ കൊമ്പ് ഉണ്ടാക്കണം. ഒരിക്കലും 2 കൊമ്പ് മാറ്റാൻ പോവാം. പിന്നെ ടോപ്പ് ലൈറ്റ് മാറ്റണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ റൂഫ് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിനുള്ള ഈ ഒരു സാധനമില്ലേ, ഇവിടുത്തെ ലൈറ്റിനുള്ള വയറിങ്ങുകൾ നമുക്ക് എടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതാണ് ഇതിൻ്റെ ചേസർ വരുന്നത്. 10 ചാനൽ ചേസറാണ്. ഇതിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് 450 രൂപ റേഞ്ച് വരുന്നുള്ളൂ സാധനത്തിന്. അത് മേടിക്കായിരിക്കും നല്ലത്. വെറുതെ ചെയ്ത് പ്രോഗ്രാം ചെയ്യാനവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോട്ടാ, അത് നല്ലതാണ്. നല്ല രസമുള്ള പരിപാടിയില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മറ്റേ ഒരു 12 വോൾട്ടിൻ്റെ ലേസറാണ്. നമ്മൾ ലേസർ ഇതിലാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇതും ഈ സാധനവും ഈ സൈഡിൽ ചെയ്ത ലൈറ്റും ഇതന്നെ കൊടുക്കുന്നത്. എന്നിട്ട് രണ്ടിനും സെപ്പറേറ്റ് സ്വിച്ച് വയ്ക്കണമെന്നുള്ളൂ. കാരണം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലീഡാണ് കോമൺ പോണത്. നെഗറ്റീവ് പോസിറ്റീവ് ഇതിലേതൊന്നാണ് കോമൺ പോണത്? എനിക്ക് തോന്നുന്നത് നെഗറ്റീവാണ് കോമൺ പോണത്, പോസിറ്റീവാണ് സെപ്പറേറ്റ് പോണത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് വേറെ സ്വിച്ച് വെച്ചിട്ട് കൊടുക്കും. ബാക്കിയെല്ലാം ഇതിൽ കണക്ട് ചെയ്തിടും. അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ലേസർ ഇടുമ്പോൾ ഇതും രണ്ടും കൂടി ഒരുമിച്ചാകും വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ വർക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കൊമ്പൊടിക്കാം. ഉറപ്പ് അല്ലെങ്കിൽ തൊട്ടോടിയാണല്ലോ, ഒടിഞ്ഞോന്നുള്ളൂ. അപ്പോൾ പുതിയ കൊമ്പുണ്ടാക്കണമായിരിക്കും. നമ്മൾ പുതിയ കൊമ്പുണ്ടാക്കണമായിരിക്കും. ഇതൊക്കെ നമ്മൾ ഒടിച്ച് കളയാൻ പോവാണ്. ഇവിടുത്തെ എന്ത് ചുട്ടിച്ചത് നമ്മൾ ഇവരൊക്കെ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊമ്പിൻ്റെ പോർഷനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് അവിടെ കൊമ്പുണ്ടെങ്കിൽ എനിക്കിത് ഒട്ടിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഭയങ്കര കെയർഫുള്ളായി ചെയ്യേണ്ട പണിയാണ്. അവേ ഞാൻ സത്യാവസ്ഥ പറയട്ടെ, ഞാൻ ബ്ലേഡ് എടുക്കില്ല, മറന്ന് എടുക്കൂ. പിന്നെ നമുക്ക് അടുത്തൊട്ടിക്കാം. ഈ വൈപ്പർ ഇളക്കി കളഞ്ഞാൽ പുതിയ വൈപ്പർ വയ്ക്കണം. ഊരാൻ പറ്റും ഒട്ടിച്ച് വെച്ചിരിക്കുക. പക്ഷേ വൈപ്പർ ഒട്ടിക്കുക എന്താ പ്രശ്നം? അല്ല, അല്ലെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കുമ്പോൾ വൈപ്പർ മൊത്തം വൈറ്റ് ആവില്ലേ? പിന്നെ അത് വരയ്ക്കാൻ നിൽക്കണം, വരയ്ക്കാനല്ലേ. വെറുതെ എന്തിനാ നമ്മൾ ഈ വേണ്ടാത്ത പണിയൊക്കെ എടുക്കുന്നത്? പെയിനിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകും. ഇല്ല, നമ്മൾ ഇവിടെ വരെ ഒട്ടിക്കല്ലോ. ഈ ടാപ്പ് ഭയങ്കര തോലിയോണ്ട് കേട്ടോ, തേങ്ങ ഏട്ടാ എന്നൊക്കെ വെച്ച് പറഞ്ഞു. നമ്മളിവിടെ നമ്മൾ
ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇതിന് മൊത്തം ഇത് എന്താ പറയുക പെയിൻറ്റ് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. ചെറുതായിട്ടൊക്കെ പിന്നെ നമുക്ക് വൈറ്റൊക്കെ വെച്ച് ടച്ച് ചെയ്യാം. പക്ഷെ അധികമായി കഴിഞ്ഞാലേ ഭയങ്കര പോണത്. ശരിക്കും നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി സൈഡിൽ നിന്ന് ഒട്ടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബാക്കിൽ നിന്ന് ഒട്ടിക്കാം, ഫ്രണ്ടിൽ നിന്ന് ഒട്ടിക്കാം. ഒട്ടിച്ചാലേ ഓക്കെ. മൂർച്ചയിലടാ ബ്ലേഡൊന്നും. നമുക്ക് ഈ സൈഡിലൊന്നും ഇതാവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അതുകൊണ്ട് ബ്ലാക്ക് കളറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ വൈറ്റ് മാത്രമാണ് മാറ്റിയിട്ട് പേൾ വൈറ്റ് ആക്കണത്. നമുക്ക് ബാക്കി മൊത്തം ഇവിടെ നമുക്ക് പൊട്ടിക്കണം കേട്ടോ. അത് കാരണം നമ്മൾ ഇവിടെ വരെ ഒട്ടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇറക്കി ഒട്ടിക്കാം. അതിന് നമ്മൾ മുകളിൽ പുതിയ പീസ് കയറ്റി പിന്നെ നമ്മുടെ സൈഡിലത്തെ ലൈറ്റുകളൊക്കെ കയറ്റി. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ രണ്ടാമത് ഒട്ടിച്ച് കയറ്റാം. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ഉറയ്ക്കാൻ പോവാണ്. ഫുള്ള് ടാപ്പിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടിയത്തെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ പറിച്ചളഞ്ഞ് മറ്റേ പറിച്ചുകൂടെ ഇട്ടുണ്ട് അതിൽ. ഇതൊക്കെ നമ്മൾ ഇനി ശരിയാക്കിയിട്ട് പുതിയത് കയറ്റും സ്കേർട്ടൊക്കെ. ഇനി നമ്മുടെ ഇത് പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതാക്കിയാൽ പോയല്ലോ. നമ്മൾ 400 പേപ്പർ വെച്ചാണ് വരയ്ക്കണം കേട്ടോ. 400 കാരണം കട്ടിലായിട്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിയൊക്കെ ആവും. നമുക്കിങ്ങനെ പതുക്കാണ്ട് വരച്ച് 400 വെച്ച് വരച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം പിടിക്കുന്നു. അമ്മേൻ്റെ വരയ്ക്കുന്നത് എന്നാലും പറ്റില്ല, നമുക്ക് വരയ്ക്കാനാണ്ട്. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ട് കഴിച്ചൊരു പൊട്ടിയായിരുന്നു ഇവിടെ. നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ കുട്ടപ്പനാക്കി എടുക്കണം ഇവിടെ.